ഇനി എല്ലാവരും ശ്വാസം പിടിച്ച് റെഡിയായിക്കോ. നമുക്ക് സമുദ്രത്തിനടിയിലേക്കൊന്ന് പോയി വരാം. ചാടിക്കോ. നമ്മളിങ്ങനെ 70 മീറ്റർ ആഴത്തിലെത്തിയാൽ മത്സ്യങ്ങളുടെ സ്പീഷീസിലെ തന്നെ ഏറ്റവും വലിയ ടെററായ തിമിംഗല സ്രാവുകളെ കാണാം. 60 ടൺ ഭാരം വരുന്ന ഇവ ഭീമാകാരന്മാർ മാത്രമല്ല, അവയ്ക്ക് ആയുർദൈർഘ്യവും വളരെ കൂടുതലാണ്. അതായത് 130 വർഷം വരെ ഇക്കൂട്ടർ കട്ടയ്ക്ക് പിടിച്ച് നിന്നേക്കും. ഇനി നമ്മൾ 100 മീറ്ററൊക്കെ എത്തുമ്പോൾ നിങ്ങളൊന്ന് കരുതിക്കോണം. കാരണം നിങ്ങൾക്ക് വെള്ളത്തിനടിയിലെ മർദ്ദവ്യത്യാസം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് വെള്ളത്തിന്റെ പ്രതലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു പോയാൽ ഇത് വർദ്ധിക്കാനിടയുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഭീമൻ നീരാളികളെ ജീവനോടെ കാണാൻ സാധിക്കും. ഇവ സാധാരണ 100 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിലാണ് ജീവിക്കാറുള്ളത്. നിങ്ങൾക്കറിയാമോ, നീരാളികൾക്ക് നീല രക്തമാണുള്ളത്. മാത്രമല്ല 3 ഹൃദയവും 9 തലച്ചോറുമുണ്ട് ഇവയ്ക്ക്. കൂടാതെ ഇവയുടെ കൈകൾക്കുള്ളിലാണതുള്ളതും. മാത്രമല്ല ഇവയ്ക്ക് കൈകളെ ഒരു 100 ദിവസത്തിനുള്ളിൽ പുനർജീവിപ്പിക്കുവാനും കഴിയും. സ്പെഷ്യൽ എക്വിപ്മെന്റ് ഇല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സിന് പോലും 130 അടിക്ക് താഴെ പോകാൻ കഴിയില്ല. ഈ ലിമിറ്റിന് കുറച്ച് താഴേക്ക് പോയാൽ ഈ കാണുന്ന ഓർക്കയെ കാണാം. ഈ കാണുന്ന തിമിംഗലങ്ങൾ താരതമ്യേന മിക്ക കടലുകളിലും സമുദ്രങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ ടീമുകളെ പൊതുവെ മറ്റൊരു ജീവിയും ആക്രമിക്കുകയോ ആഹാരമാക്കുകയോ ചെയ്യാറില്ല. മോൺസ്റ്റർഡാ. എന്നാൽ ഇവർ ഒട്ടുമിക്കതിനെയും ശാപ്പാടുമാക്കും. ഇനി 150 മീറ്റർ കഴിഞ്ഞാൽ മുകളിൽ നിന്നും കേവലം 1% വെളിച്ചം മാത്രമാണ് നമുക്കരികിലേക്ക് എത്തുക. ബാക്കിയെല്ലാം വെള്ളം വലിച്ചെടുത്തിരിക്കും. കൂടുതൽ താഴേക്ക് പോകുന്തോറും കൂടുതൽ ഇരുണ്ടുകൊണ്ടിരിക്കും. ഇവിടെയാണ് ട്വൈലൈറ്റ് സോൺ. അങ്ങനെ ഈ യാത്ര 200 മീറ്റർ എത്തിയാൽ വലിയ ഓർ ഫിഷുകളെ കാണാനാകും. കടലിനടിയിലെ നാഗങ്ങളെക്കുറിച്ചുള്ള കഥകളെല്ലാം വാസ്തവത്തിൽ ഇക്കൂട്ടരെക്കുറിച്ചുള്ളതാണ്. കാഴ്ചയിൽ അങ്ങനെ ഒരു സാമ്യത ഉള്ളതുകൊണ്ട് തന്നെ തെറ്റ് പറയാനാകില്ലല്ലേ. കക്ഷി ഇങ്ങനെ അടിത്തട്ടിൽ ചുറ്റി നടക്കുക മാത്രമല്ല, വല്ലപ്പോഴും മുകളിലേക്ക് വന്ന് കടൽ യാത്രക്കാരെ ഭയപ്പെടുത്താറുണ്ട്. 10 മീറ്ററോളം നീളമുള്ള ഒരു ജീവി വന്ന് ചിരിച്ചു കാണിച്ചാൽ പിന്നെ ആരായാലും പേടിച്ചു പോകില്ലേ. ഇനിതേ 300 മീറ്റർ ആയാൽ ഈ കാണുന്ന സ്പൈഡർ ക്രാബ് ആയിരിക്കും നിങ്ങളുടെ അതിഥി. നിങ്ങൾ സോഫർ ചാനൽ അഥവാ ഡീപ് സൗണ്ട് ചാനലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് തിമിംഗലങ്ങളും അന്തർവാഹിനികളും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ലെയർ ആണ്. ഏകദേശം 650 മീറ്ററിലാണിത് കാണപ്പെടുക. പക്ഷേ അതിനു മുൻപ് 599 മീറ്ററിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഡൈവിംഗ് സ്യൂട്ട് ഇട്ട് പോലും പോകാൻ സാധിക്കില്ലെന്നതും ഓർമ്മ വേണം. ഇനി 500 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ നീല തിമിംഗലങ്ങളെ കാണാൻ സാധിച്ചെന്ന് വരില്ല. കാരണം അതിലും താഴേക്ക് അവയ്ക്കെത്താൻ സാധിക്കില്ല. ഇനി നമുക്ക് ഒരു തുള്ളി വെളിച്ചം പോലും കടക്കാത്ത ഒരിടത്തേക്ക് എത്താം. ഈ 1000 മീറ്റർ താഴേക്ക് അന്തർവാഹിനികളുടെ സഹായത്തോടെ അല്ലാതെ പോകാൻ കഴിയില്ല. അഥവാ എത്തിപ്പെട്ടാലും സെക്കൻഡുകൾക്കുള്ളിൽ ചിന്നി ചിതറിപ്പോകും. ഇവിടെ മർദ്ദവും വളരെ കൂടുതലുമാണ്. മിഡ് നൈറ്റ് സോൺ ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. ഇവിടെ അപൂർവ ഇനം കടൽ ജീവികളായ ഭീമൻ കണവയും 1280 മീറ്റർ താഴേക്കെത്തിയാൽ വൈറ്റ് ഷാർക്കുകളുമുണ്ട്. ഈ ഷാർക്കുകൾക്ക് കാഴ്ച വളരെ കുറവായതിനാൽ തന്നെ ഇവ ഗന്ധത്തിന്റെ സഹായത്താലാണ് ഇരപിടിക്കുന്നത്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആമകളും ഏകദേശം ഈ ആഴത്തിലാണ് നീന്തുന്നത്. 1500 മീറ്ററിലാണ് മീൻ പിടിക്കുന്നതിനുള്ള വലകൾ ഇടാറുള്ളത്. നിർഭാഗ്യവാന്മാരായ എല്ലാവരും ഇവിടെ വന്ന് കൂടുങ്ങും. സമുദ്രത്തിനടിയിൽ ദശലക്ഷക്കണക്കിന് അഗ്നിപർവ്വതങ്ങളുണ്ട്. മാത്രമല്ല 80% സ്ഫോടനങ്ങളും നടക്കുന്നത് സമുദ്രത്തിനടിയിലാണ്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ അഗ്നിപർവ്വതമായ വെസ്റ്റ് മാറ്റ കാണപ്പെടുന്നതും. ഇതാണ് കോറൽസ്. ഇവയ്ക്ക് കണ്ണോ മൂക്കോ ചെവിയോ ഒന്നുമില്ലെന്ന് മാത്രമല്ല, കാഴ്ചയിൽ ഒരു പാറയ്ക്കുള്ളതിനേക്കാൾ കൂടുതലൊന്നും ഇവയ്ക്കില്ല. എന്നാൽ ഇവയ്ക്കും ജീവനുണ്ട്. ഇതിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഈ കാഴ്ച കാണാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാകില്ല. പക്ഷേ ഇത് കാണാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് 3000 മീറ്റർ സഞ്ചരിക്കേണ്ടി വരുമെന്ന് മാത്രം. ഏകദേശം ഈ ഏരിയയിലായിട്ടാണ് 1915 മുങ്ങിയ അയർലാൻഡിന്റെ RMS എന്ന കപ്പൽ കാണപ്പെടുന്നത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ 3800 മീറ്ററിലാണ് കാണപ്പെടുന്നത്. 4000 മീറ്ററിൽ ആബിസ് എന്ന സോൺ തുടങ്ങുകയായി. ഇനി 4500 മീറ്റർ ആഴത്തിലെത്തിയാൽ ആംഗ്ലർ ഫിഷുകളെയും കാണാം. സാധാരണ ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ ഇവർ തന്നെ ധാരാളം. എന്നാൽ റിയൽ ബീസ്റ്റ് ഐറ്റം ദേ ഇവനാണ്. 2250 മീറ്റർ എത്തിയാൽ കാണപ്പെടുന്ന ഈ ബ്ലാക്ക് സ്വാലോവർ ഈൽ ശരീരത്തിന്റെ 2 ഇരട്ടി വലിപ്പമുള്ള ഇരയെ വരെ ഇവയ്ക്ക് വിഴുങ്ങാനാവും. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാത്തവരെ ബ്ലാക്ക് സ്വാലോവർ വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആഴം 5000 അടുക്കുമ്പോൾ ചൂടുവെള്ളം പുറപ്പെടുവിക്കുന്ന വെന്റുകൾ കാണാൻ സാധിക്കും. ഇവ ബ്ലാക്ക് സ്മോക്കർ എന്നറിയപ്പെടുന്നു. 6000 മീറ്ററിനോട് അടുക്കുമ്പോൾ ട്രെഞ്ച് സോൺ ആരംഭിക്കുന്നു. ഇവിടെയാണ് ബാറ്റിസ്കേപ്പ് ട്രിയസ്റ്റ എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. ഈ ഭൂമിയിൽ തന്നെ അതികഠിനമായ സിറ്റുവേഷനിൽ ജീവിക്കുന്നവയാണ് ഈ കാണുന്ന സ്നെയിൽ ഫിഷുകൾ. സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കാണപ്പെടുന്ന ഇടുങ്ങിയ നീളമുള്ള ട്രെഞ്ചുകളിലാണ് ഇവ കാണപ്പെടുന്നത്. അതും ഉപരിതലത്തിൽ നിന്നും 8000 മീറ്റർ ആഴത്തിൽ. പിന്നെയും ആഴത്തിലേക്ക് പോയി 10000 മീറ്റർ കടന്ന്
11,000-ൽ എത്തുന്നതിന് മുന്നേ നമ്മൾ ചലഞ്ചർ ഗർത്തത്തിലെത്തും. ഇവിടുത്തെ മർദ്ദത്തെ മനസ്സിലാക്കാൻ 1800 ആനകളെ നിങ്ങളുടെ തലയിലേക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. എന്നാൽ ഇവിടെയും ജീവന്റെ സാന്നിധ്യമുണ്ട്. 2018-ൽ ഇവിടെ നിന്നും പ്ലാസ്റ്റിക് ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ മാത്രമല്ലടാ, അങ്ങ് ചലഞ്ചർ ഗർത്തത്തിലുമുണ്ടടാ പിടി. കടലിനടിയിലും ഭ്രംശ താഴ്വരകളുണ്ട്. ഇവിടെ ടെക്ടോണിക് പ്ലേറ്റുകൾ മുറിഞ്ഞു മാറുന്ന ഇടങ്ങളിൽ മാഗ്മ ചൂടാവുകയും കടൽ വെള്ളം മുകളിലേക്ക് ഉയർന്ന് കറുത്ത വാട്ടർ ജെറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവയ്ക്ക് 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാവും. ചൂടും തണുപ്പും ഇരുട്ടും വെളിച്ചവും ഒക്കെയായി എത്ര വിചിത്രവും രസകരവുമാണല്ലേ. അപ്പോൾ ഗൈസ്, ഇനിയും താഴേക്ക് പോയാൽ ശ്വാസം മുട്ടും. നമുക്ക് വേഗം മുകളിലേക്ക് പോകാം. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാണെന്ന് കമന്റ് ചെയ്യുവാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ see you soon with another visual treat.